എൻ്റെയും നിങ്ങളുടെയും ജീവിതം നമ്മുടെ ഇഷ്ടത്തിനല്ല, നമ്മുടെ പ്ലാൻ അല്ല, നമ്മുടെ പദ്ധതിയല്ല, നമുക്ക് തോന്നിയതുപോലെയല്ല. ഞാൻ പണിയണമെങ്കിൽ, ഞാൻ നടണമെങ്കിൽ അതിന് ചില വ്യവസ്ഥകളുണ്ട്. നിങ്ങളെൻ്റെ വചനം കേൾക്കണം, നിങ്ങളെൻ്റെ വചനം അനുസരിക്കണം, നിങ്ങളെൻ്റെ വചനപ്രകാരം ആയിത്തീരാനായിട്ടിടയായിത്തീരണം. ഈ ശില്പിക്ക് എന്നെക്കുറിച്ച് അവൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. നമ്മുടെ അല്പസമയത്തെ വചനധ്യാനത്തിനായി യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗം ആർക്കെങ്കിലും വായിക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗം. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ്. ഒരു പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് ധ്യാനിച്ച വേദഭാഗമായിരിക്കും. ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് നമ്മെ പല സ്ഥലങ്ങളിലൂടെ, പല അനുഭവങ്ങളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ഇവിടെ മാത്രമല്ല, പലയിടങ്ങളിലും നമുക്ക് വായിക്കാനായിട്ട് കഴിയും. കത്തുന്ന മുൾപടർപ്പിൻ്റെ അരികിൽ കൊണ്ടുപോയാണ് ദൈവം മോശയോട് സംസാരിച്ചത്. കിരീത് തോടിനരികിൽ കൊണ്ടുപോയി ദൈവം ഏലിയാവിനോട് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാബോക്ക് കടവിലേക്ക് കൊണ്ടുപോയി യാക്കോബിനോട് സംസാരിച്ചതായ ദൈവം ശമരിയിൽ വളരെ ഉണർവ് നടക്കുമ്പോൾ ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിൽ കൊണ്ടുപോയി ഫിലിപ്പോസിനെ ശക്തമായി ഉപയോഗിച്ചതായ ദൈവം. ആ കർത്താവ് ഇവിടെ യിരെമ്യാവിലൂടെ ദൈവമക്കളോട് സംസാരിക്കുവാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. ദൈവം യിരെമ്യാവിനോട് സംസാരിപ്പാനായിട്ടിടയായി തീർന്നു. എന്താണ് സംസാരിച്ചത്? നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. കുശവൻ്റെ ഭവനത്തിലേക്ക്. കുശവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാമല്ലേ, പോട്ടർ, മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതായ വ്യക്തി. യിരെമ്യാവ് ഒരു വലിയ പ്രവാചകനാണ്. യിരെമ്യാവിന് കുശവനെയോ കുശവൻ്റെ വീടോ അപരിചിതമല്ല എന്ന് നമുക്കറിയാം. ധാരാളം കുശവന്മാരും കുശവൻ്റെ കരകൗശലങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം സ്വാഭാവികമായിട്ടും യിരെമ്യാവ്. വലിയ പ്രവാചകനായി യിരെമ്യാവിന് അതൊരു പുതിയ കാര്യമായിരിക്കുകയില്ല. എങ്കിലും ദൈവത്തിന് യിരെമ്യാവിനോട് സംസാരിക്കാനായിട്ടുണ്ട്. ചെറിയ കാഴ്ചയാണെങ്കിലും അതിലൂടെ വലിയ വർത്തമാനം പറയാനായിട്ട്, അല്ലെങ്കിൽ വലിയ സംഗതികളെ യിരെമ്യാവിനെ പഠിപ്പിക്കാൻ, അതിലൂടെ ദൈവജനത്തെ മുഴുവനായി പഠിപ്പിക്കാനായിട്ട് ദൈവത്തിനുള്ളത് കൊണ്ട് യിരെമ്യാവിനോട് കർത്താവ് പറയുകയാണ്, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. ഈ കഥ അല്ലെങ്കിൽ ഈ സന്ദർഭം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ദ സ്റ്റോറി ഓഫ് ക്ലേ, അല്ലേ? ഇതൊരു കളിമണ്ണിൻ്റെ കഥയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് പോട്ടർ. ഇതൊരു കുശവൻ്റെ കഥയാണ്. അതോടൊപ്പം ഈ സാഹചര്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഈ അനുഭവം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ഫെയില്യൂർ. ഇതൊരു പരാജയത്തിൻ്റെ കഥയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് വിക്ടറി. ഇതൊരു വിജയത്തിൻ്റെ കഥയായി മാറിയത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതോടൊപ്പം എന്നോടും നിങ്ങളോടും എല്ലാം ദൈവത്തിന് ചില കാര്യങ്ങൾ ഈ അനുഭവത്തിലൂടെ സംസാരിക്കാനുണ്ട്. 7 കാര്യങ്ങൾ ഞാൻ കമ്പി വാചകങ്ങളിലൂടെ നിങ്ങളോട് പറയണമെന്നാണ് വിചാരിക്കുന്നത്. എന്തെല്ലാമാണ് അതിലൂടെ? ഇവിടെ നമുക്ക് പ്രധാനമായും 3 സ്ഥലങ്ങൾ കാണാനായിട്ട് സാധിക്കും. 3 സ്ഥലങ്ങൾ. ഏതെല്ലാമാണ് ആ 3 സ്ഥലം? ഒന്ന്, കുശവൻ്റെ വീട്, അല്ലേ? യിരെമ്യാവിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. ഒന്നാമത്തെ സ്ഥലം അവിടെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോട്ടേഴ്സ് ഹൗസ്, കുശവൻ്റെ വീടാണ്.
കുശവൻ്റെ വീട്ടിൽ ചെന്നാൽ എന്താ കാണാൻ സാധിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഗ്രാമത്തിൽ നിലമ്പൂരിൽ കുശവൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ പോട്ടേഴ്സ് വില്ലേജ് ഉള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ അരുവാക്കോട് എന്ന് പറയുന്നതായ ഗ്രാമമാണ്. അതെൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമല്ല. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പോട്ടേഴ്സ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഈ അരുവാക്കോട് എന്ന് പറയുന്നതായ ഗ്രാമത്തിലാണ്. അവിടെ നിന്ന് അനേക കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ വന്ന് പഠിക്കുന്നുണ്ട്. അതുകൂടെ തന്നെ ഞങ്ങൾ അവർ ജോലി ചെയ്യുന്നതായ അവരുടെ പോട്ടേഴ്സിൻ്റെ ഈ കുശവന്മാരുടെയൊക്കെ വീടുകളൊക്കെ ഞങ്ങൾ സന്ദർശിക്കുകയും ഞങ്ങളുടെ ഒരു നിത്യ സന്ദർശന മേഖലയൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് വളരെ അനുഭവമുള്ളതായ ഒരു സ്ഥലമാണ്. കുശവൻ്റെ വീട്ടിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ വീടുകളൊന്നുമല്ല, കുറേ നല്ല ചട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, കലങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അത് ഉണക്കാൻ വെച്ചിരിക്കുന്നത്, അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് കളിമണ്ണ് കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിക്കുഴച്ചിട്ടിരിക്കുന്നത്, ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ കുശവൻ്റെ വീട്ടിലെ ഒരു പ്രത്യേകത, അത് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യം, ദർ ഇസ് എ പോട്ടർ. അവിടെ ആരുണ്ട്? അവിടെ ഒരു കുശവനുണ്ട്, അല്ലെങ്കിൽ ഒരു പോട്ടറുണ്ട് എന്നുള്ളതാണ് ആ ഭവനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. 2, കളിമണ്ണിനെ മെനഞ്ഞ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായ നല്ലൊരു ശില്പം അല്ലെങ്കിൽ നല്ലൊരു വെസൽ, ഒരു പാത്രം ഉണ്ടാക്കാൻ സാധിക്കുന്നതായ റിസോഴ്സ് ആ ഭവനത്തിലുണ്ട്. മറ്റ് ലോകത്തിൻ്റെതായ ഒത്തിരി കാര്യങ്ങളൊന്നും അവിടെ കാണാനായിട്ട് സാധിക്കില്ലെങ്കിലും അവിടെ നല്ലൊരു റിസോഴ്സ് ഉണ്ട്, അല്ലേ? എന്താണ് റിസോഴ്സ്? ഏറ്റവും മനോഹരമായ വസ്തുക്കൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതായ, അതിന് വേണ്ടുന്നതായ റിസോഴ്സുകളെല്ലാം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. 3, കുറേ നല്ല പാത്രങ്ങൾ കുശവൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ധാരാളം ഉടഞ്ഞ പാത്രങ്ങളെയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്ഥലം കുശവൻ്റെ വീടാണ്. രണ്ടാമത്തെ സ്ഥലം അവിടെ 3-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. കുശവൻ്റെ ഭവനത്തിൽ അല്ലെങ്കിൽ ഒരു പോട്ടറുടെ ഭവനത്തിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എന്താണ്? 3-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്, ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു, അല്ലേ? പോട്ടേഴ്സ് വീൽ അല്ലെങ്കിൽ കുശവൻ്റെ ചക്രം. അതാണ് ഒരു കുശവൻ്റെ വീട്ടിൽ, ഒരു പോട്ടറുടെ വീട്ടിൽ ചെന്നാൽ നമുക്ക് രണ്ടാമത് കാണാൻ സാധിക്കുന്നതായ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു പോട്ടറുടെ ഒരു വീലാണ്. ആ വീലിലാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഒത്തിരി ടെക്നോളജിയൊന്നും ആവശ്യമില്ലാത്തതായ, എന്നാൽ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പണിതെടുക്കുന്നതായ ഒരു സാധനമാണ് ഈ പോട്ടേഴ്സ് വീൽ എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കുശവൻ്റെ ഈ പോട്ടേഴ്സ് വീലിൽ ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടിടയായിത്തീരുന്നത്. അപ്പോൾ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമാണ് ഈ ഭാഗം പറയുന്നത് നമുക്കറിയാം, അല്ലേ? പ്രധാനമായും ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനോടാണ് ഈ സന്ദേശം. ഇസ്രായേലിനോട് പറയാനുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തോട് പറയാനുള്ള സന്ദേശം ഇരമ്യാവിനെ ഗ്രഹിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ കുശവൻ്റെ വീട്ടിലേക്ക് ഇരമ്യാവിനെ അയക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2, ഈ പുസ്തകത്തിൽ ഇത് നമുക്ക് നൽകി തന്നിരിക്കുന്നത്, ഇവിടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതായ കുറെ കാര്യമുണ്ട്. കുശവൻ്റെ ചക്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു മനോഹരമായ ഒരു പാത്രം ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതായ കാര്യമാണ്. അപ്പം നമുക്ക് ആർക്കും താല്പര്യമില്ല. ഈ കളിമണ്ണിനെ ഈ കുശവൻ എന്താ ചെയ്യുന്നത്? അതിനെ ചവിട്ടിക്കുഴച്ച് വെള്ളമൊക്കെ ചേർത്ത് ചവിട്ടിക്കുഴച്ച് അതിനെ ഒന്ന് രൂപപ്പെടുത്താനായിട്ട് ഈ ചക്രത്തിൻ്റെ മേളിൽ വെക്കും. എന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, കുശവൻ അതിനെ ശക്തമായിട്ട് കറക്കും. ഇന്ന് അതിനുള്ള മെഷീനറീസ് ഒക്കെ ഉണ്ട്. പണ്ടത് കൈകൊണ്ടാണ് അവർ ചെയ്തിരുന്നത്. ശക്തമായിട്ട് കറക്കും. ഈ കറക്കിയതിന് ശേഷം ഈ മണ്ണിനെ എന്ത് ചെയ്യും? ഈ മണ്ണിനെ തൻ്റെ കൈകൊണ്ട് ഞെരുടി അല്ലെങ്കിൽ അതിനെ അമർത്തി അതിനെ രൂപപ്പെടുത്തി എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് എന്നെയും നിങ്ങളെയുമാണ് കാണിക്കാനായിട്ടിടയായിത്തീരുന്നത്. കർത്താവിന് എന്നെയും നിങ്ങളെയും ഷേപ്പ് ചെയ്യാനായിട്ട്, എന്നെയും നിങ്ങളെ രൂപപ്പെടുത്താനായിട്ട് ദൈവത്തിന് വലിയ ആഗ്രഹമുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം. എന്നെയും നിങ്ങളെയൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, പല ജീവിത അനുഭവങ്ങളിലൂടെ കർത്താവ് കടത്തിവിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മെ ഒന്ന് രൂപാന്തരപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഒന്ന് രൂപപ്പെടുത്തണം, നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്താനായിട്ട് ഇടയായിത്തീരണം. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? അവൻ ചക്രത്തിന്മേൽ കയറ്റിയാണ് എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തുന്നത്.
ഈ ചക്രത്തിന്മേൽ കയറ്റി കഴിഞ്ഞാൽ ധാരാളം കറക്കം ആവശ്യമുണ്ട് അല്ലേ? എനിക്ക് നിങ്ങൾക്കൊന്നും ആഗ്രഹമില്ലാത്തൊരു കാര്യമാണ് കറങ്ങുക എന്ന് പറഞ്ഞാൽ. തീരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. നമ്മൾ നോക്കി ആ കളിമണ്ണിനെ എന്താണ് ആ കുശവൻ ചെയ്യുന്നത്? അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി അല്ലേ? ഇരമ്യാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുശവൻ ഈ ചക്രത്തിന്മേൽ കളിമണ്ണ് കുഴച്ച് വെച്ച് അതിന്മേലൊരു പാത്രം ഉണ്ടാക്കിയാണ്. പക്ഷേ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇരമ്യാവിന് കാണാൻ സാധിച്ചത് എന്താണ്? ആ പാത്രം ചീത്തയായിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറയുന്ന ഇരമ്യാവ് അയ്യോ എന്ന് വെച്ച് കാണും അല്ലേ? ആ കാഴ്ച ഇങ്ങനെ കണ്ടു. ഈ കർത്താവ് പറഞ്ഞിട്ട് അവിടെ പോയത്. ആ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഇരമ്യാവ് അയ്യോ എന്ന് വെച്ച് കാണും. പക്ഷേ അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ ഒന്ന്, കുശവൻ്റെ ഭവനം ഞാനും നിങ്ങളും നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ കാര്യമാകുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. രണ്ട്, കുശവൻ്റെ ഭവനത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെങ്കിൽ നമ്മളെല്ലാവരും എന്തായാലും എവിടെ കയറിയിരിക്കണം? ആ കുശവൻ്റെ വീലിൽ കയറിയിരുന്നാൽ മാത്രമേ നമുക്ക് രൂപപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ജീവിതത്തിൻ്റെ പരിവരുത്ത അനുഭവങ്ങളിലൂടെ, കറക്കത്തിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, നമ്മൾ ആഗ്രഹിക്കാത്തതായ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടത്തിക്കൊണ്ടുപോയി നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്താനായിട്ട് ആഗ്രഹമുണ്ട്. ഇസ്രായേലിനെ രൂപപ്പെടുത്തി ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കാൻ വേണ്ടി യഹോവയാം ദൈവത്തിന് പ്ലാൻ ഉള്ളത് കൊണ്ടാണ് അവരെ ഇങ്ങനെ കറക്കാനായിട്ടിടയായി തീർന്നത് അല്ലേ? അവരെ മരുഭൂമിയിൽ എങ്ങനെ കറങ്ങാനായിട്ടിടയായി തീർന്നു? ഏകദേശം 40 സംവത്സരം മോശയുടെ നേതൃത്വത്തിൽ അവർ മരുഭൂമിയിൽ കറങ്ങി എന്ന് നമുക്ക് കാണാം. വളരെ അതിൻ്റെ ജിയോഗ്രഫി പഠിച്ചു കഴിഞ്ഞാൽ മിസ്രൈമിൽ നിന്നും ഈ കനാൻ ദേശത്തേക്ക് 40 സംവത്സരം വഴിദൂരമൊന്നുമില്ല. 40 ദിവസത്തെ വഴിദൂരമില്ല, വെറും 40 ദിവസം കൊണ്ട് എത്തിച്ചേരാവുന്ന വഴിദൂരമേ ഉള്ളൂ. എങ്കിലും ഇവരെ 40 സംവത്സരം ഈ പ്രയാസങ്ങളിലൂടെ കടത്തിവിട്ടതിൻ്റെ ഉദ്ദേശം എന്താണ്? രൂപപ്പെടുക അല്ലെങ്കിൽ രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ കർത്താവിന് എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. കുശവൻ്റെ ചക്രത്തിന്മേൽ കയറിയിരിക്കുന്ന കളിമണ്ണ് മനസ്സിലാക്കാനായിട്ടിടയായി തീരേണ്ടുന്നതായ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ ശില്പിക്ക് എന്നെക്കുറിച്ച് അവൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. എന്നെയും നിങ്ങളെയും മെനയുന്നവനായ കർത്താവിന് പ്രിയപ്പെട്ടവരെ, എന്നെക്കുറിച്ചൊരു വ്യക്തമായ പ്ലാനുണ്ട്. നിങ്ങളെക്കുറിച്ചൊരു വ്യക്തമായൊരു പ്ലാനുണ്ട്. എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിന്, നമ്മുടെ കുശവനായിരിക്കുന്ന, നമ്മുടെ ബിൽഡറായിരിക്കുന്ന, നമ്മുടെ നടത്തിപ്പുകാരനായിരിക്കുന്ന കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു വലിയ വ്യക്തമായ പ്ലാനുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ആ പ്ലാൻ നിറവേറണമെങ്കിൽ എവിടെ കയറണമെന്നറിയാമോ? ഈ കുശവൻ്റെ വീലിൽ അല്ലേ? ആ കുശവൻ്റെ ചക്രത്തിന്മേൽ കയറി കറങ്ങിയാൽ മാത്രമേ നമുക്ക് രൂപപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. രൂപപ്പെടാത്തതിനെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയുകയില്ല. രൂപപ്പെടാത്തതിനെ അല്ലെങ്കിൽ രൂപാന്തരപ്പെടാത്തതിനെ നിറയ്ക്കാനായിട്ട് കഴിയുകയില്ല. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്, ഗോഡ് ഫിൽ മീ, കർത്താവേ എന്നെ നിറയ്ക്കണമേ, കർത്താവേ എന്നെ ഉപയോഗിക്കണമേ, കർത്താവേ എന്നെ ഇനിയും ശക്തമായി ഉപയോഗിക്കണമേ, കർത്താവേ എന്നെ നിറയ്ക്കണമേ എന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തോട് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ദൈവത്തിന് എന്നെയും നിങ്ങളെയും നിറയ്ക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ രൂപപ്പെടാനായിട്ടിടയായിത്തീരണം, രൂപാന്തരപ്പെടാനായിട്ടിടയായിത്തീരണം. ചക്രത്തിന്മേൽ കയറിയാൽ സമയമെടുത്ത് വേണം അത് രൂപപ്പെടാനായിട്ട്. ദാവീദ് 119 സങ്കീർത്തനത്തിൻ്റെ 71 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഇവിടെ രാവിലെ ആരോ അത് വായിച്ചു. ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി അല്ലേ? ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. എന്തിനാ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി എന്ന് പറയുന്നത്? നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി തീർന്നു. ഞാൻ ഈ ചക്രത്തിന്മേൽ കയറങ്ങുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പരിവരുത്ത സാഹചര്യങ്ങളിലൂടെ കർത്താവ് എന്നെയും നിങ്ങളെയും കടത്തിവിടുന്നത് നമ്മെ രൂപപ്പെടുത്താനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മെ ഈ പോട്ടർ എക്സാമ്പിളിലൂടെ, ഇരമ്യാ പ്രവാചകനിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിന് എന്നെ രൂപപ്പെടുത്താനായിട്ട് ആഗ്രഹമുണ്ട്. കർത്താവിന് എന്നെ നിറയ്ക്കാനായിട്ട് ആഗ്രഹമുണ്ട്. നിറയ്ക്കണമെങ്കിൽ രൂപാന്തരപ്പെടണം അല്ലെങ്കിൽ രൂപപ്പെടണം.
രൂപപ്പെടാതെ, രൂപാന്തരപ്പെടാതെ ദൈവത്തിന് ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിന് നമ്മെ നിറയ്ക്കാനായിട്ട് സാധിക്കുകയില്ല. ഇനി മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത്, ഒന്ന് കുശവൻ്റെ ഭവനമാണ്, രണ്ട് കുശവൻ്റെ ചക്രമാണ്, മൂന്ന് നാലാമത്തെ വാക്യം കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. അപ്പോൾ മൂന്നാമത്തെ സ്ഥലം കുശവൻ്റെ കയ്യാണ്, അല്ലേ? ഈ പാത്രങ്ങളെ രൂപപ്പെടുത്തുന്നത് ഈ ചക്രമൊന്നുമല്ല. ചക്രം അതിനൊരു ഹെൽപ്പ് മാത്രമാണ്. ജീവിതത്തിൻ്റെ അനുഭവങ്ങളല്ല എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തുന്നത്, അത് അതിനുള്ളൊരു സാഹചര്യം മാത്രമാണ്. അത് നമ്മെ രൂപാന്തരപ്പെടുന്നതും നമ്മെ ഷേപ്പ് വരുന്നതും എന്താണെന്നറിയാമോ? പോട്ടേഴ്സ് ഹാൻഡ്, അല്ലേ? കുശവൻ്റെ കരം. കുശവൻ്റെ കരത്തിൽ എന്താ പ്രത്യേകത? അവൻ്റെ കയ്യിൽ, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. അപ്പോൾ കുശവൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിന് വേണ്ടി നമ്മൾ വേർതിരിഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചീത്തയായി പോവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അവൻ്റെ കയ്യിൽ അത് ചീത്തയായിപ്പോയി. ചീത്തയായി പോയതിന് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, ഉപയോഗിക്കാൻ കഴിയുകയില്ല, അല്ലേ? ഒരു ചീത്തയായ പാത്രത്തെ ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് കഴിയുകയില്ല. ചീത്തയായ പാത്രത്തെ ഒരിക്കലും നിറയ്ക്കാനായിട്ട് കഴിയുകയില്ല. ചീത്തയായ പാത്രത്തെ കാണാനായിട്ട് ഭംഗിയുണ്ടാകുകയില്ല. അത് കുശവൻ അറിയാവുന്നത് കൊണ്ട് ആ ചീത്തയായ പാത്രത്തെ കുശവൻ എന്ത് ചെയ്തു? കുശവൻ അതിനെ മറ്റൊരു പാത്രമാക്കി തീർത്തു. എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം, കുശവൻ്റെ കയ്യ് പണിയുന്ന കരമാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മളെ കർത്താവ് കടത്തി വിടുന്നത് നമ്മൾ അവൻ്റെ കയ്യിലായിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിലൊരു വലിയ പ്രത്യേകതയാണ്. നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു എന്ന് വരാം, നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച നിലയിൽ ആയിത്തീർന്നിട്ടില്ല എന്ന് വരാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിരാശയുടെയും ആവശ്യമില്ല. ഞാൻ ആയിരിക്കുന്നത് അവൻ്റെ കരത്തിലായിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ഹിതമാവണ്ണം അവൻ എന്നെ പണിയാനായിട്ടിടയായിത്തീരും. അത് അവൻ്റെ സോവറിൻ പവറാണ്, അല്ലേ? അത് അവൻ്റെ പരമാധികാരത്തിലാണ്. അതിനുവേണ്ടി ഞാനും നിങ്ങളും നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. മനുഷ്യൻ്റെ കരം പോലെയല്ല കുശവൻ്റെ കരം. മനുഷ്യൻ്റെ കരമാണെങ്കിൽ എന്തു ചെയ്യും? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിച്ചു കീറും, അല്ലേ? നമ്മളൊരു പിക്ചർ വരച്ചാൽ, കുട്ടികളൊക്കെ പിക്ചർ വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ ആനയെ വരയ്ക്കും. അവർക്ക് ആനയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ആ ആനയെ വലിച്ചു കീറി കളയും. മനുഷ്യൻ്റെ കരം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിച്ചു കീറും, വലിച്ചെറിയും, അല്ലേ? നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളതിനെ വലിച്ചെറിയാനായിട്ടിടയായിത്തീരും, അല്ലെങ്കിൽ നമ്മളതിനെ മാറ്റി വെക്കാനായിട്ടിടയായിത്തീരും. മനുഷ്യൻ്റെ കരത്തിൻ്റെ പ്രത്യേകതയാണ്. മനുഷ്യൻ്റെ കരം അവരിഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ വലിച്ചു കീറാനായിട്ടിടയായിത്തീരും, മാറ്റി വയ്ക്കാനായിട്ടിടയായിത്തീരും, വലിച്ചെറിയാനായിട്ടിടയായിത്തീരും. എന്നാൽ കുശവൻ, നമ്മുടെ കർത്താവിൻ്റെ കരം, അത് രൂപാന്തരപ്പെടുത്തുന്നതാണ്, പിന്നെയും പിന്നെയും പുതുതാക്കി തീർക്കുന്നതാകുന്നു എന്നാണ് യിരെമ്യാവ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. ദാവീദിൻ്റെ അനുഭവം നമ്മൾ 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കുന്നത്. 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിച്ച് 13-ാം വാക്യം വായിച്ച്, ദാവീദ് ജനത്തെ എണ്ണി. ഇവിടെ അത് തോമസ് വിൽസൺ ഒരിക്കൽ, ഏബ്രഹാം വിൽസൺ ഒരിക്കൽ പ്രസംഗിച്ചതാ, അല്ലേ? കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ്. ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായം 13-ാം വാക്യം, ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാതെ ജനത്തെ ദാവീദ് എണ്ണിയതുകൊണ്ട് ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ദൈവം എന്ത് ചെയ്തു? ദാവീദിനൊരു ശിക്ഷ വിധിക്കാനായിട്ടിടയായി തീർന്നു. അവിടെ ഗാദ് എന്ന് പറയുന്ന പ്രവാചകൻ ചെന്ന് യിരെമ്യാവിനോട് 3 കാര്യങ്ങൾ പറയുന്നത് കാണാനായിട്ട് സാധിക്കും. 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ, അങ്ങനെ ഗാദ് ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, 3 സംവത്സരത്തെ ക്ഷാമം. നിനക്ക് ദൈവം 3 ഓപ്ഷൻ തരികയാണ്. നീ ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാത്ത, ദൈവത്തിൻ്റെ പദ്ധതി അല്ലാത്ത, ദൈവം നിന്നോട് പറഞ്ഞിട്ടില്ലാത്ത കാര്യം നീ ചെയ്തതുകൊണ്ട് നിനക്ക് 3 ശിക്ഷ ദൈവം നിനക്ക് തരും. അതിന് 3 ഓപ്ഷനുണ്ട്. 1, 3 സംവത്സരത്തെ ക്ഷാമം, അല്ലെങ്കിൽ നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ നശിപ്പിച്ച് കളയാനായിട്ടിടയായിത്തീരും. 3 ദിവസം യഹോവയുടെ മഹാമാരി ഇവിടെ വരും. ഇതിലേതെങ്കിലും ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം. ദാവീദ് ഏതാ തിരഞ്ഞെടുത്തത്? 13-ാം വാക്യം വായിച്ചേ. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാനിപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ. എന്തുകൊണ്ടാണ്? അവൻ്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുതേ, അല്ലേ? ഞാൻ മനുഷ്യൻ്റെ കയ്യിൽ വീഴരുത്. ദാവീദ് പറയുകയാണ്, ഞാൻ തെറ്റ് ചെയ്തു, എനിക്കത് മനസ്സിലായി, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്തു, എണ്ണരുത് എന്ന് പറഞ്ഞത് ഞാൻ എണ്ണി. എൻ്റെ ഭാഗത്ത് എത്ര പേരുണ്ട്, എൻ്റെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് എന്നറിയാൻ വേണ്ടി
ദൈവത്തിൻ്റെ ആ ജനത്തെ ഞാൻ എണ്ണി, അത് തെറ്റാണ്. ഇനി 3 ഓപ്ഷനേ ഉള്ളൂ. അതിൽ എനിക്കൊരിക്കലും മനുഷ്യൻ്റെ കയ്യിൽ വീഴണ്ട, ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ ഞാൻ വീഴട്ടെ. എന്തുകൊണ്ടാണ്? അവൻ്റെ കരുണ വലിയതല്ലോ. ദൈവത്തിൻ്റെ കരുണ വലുതാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ കരുണ വലുതാ, അല്ലേ? ദൈവത്തിൻ്റെ കൃപ വലുതാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ മധ്യേ കുശവൻ്റെ അനുഭവം യിരെമ്യാവ് നമ്മെ പഠിപ്പിക്കാനായിട്ടിടയായി തീരുന്നത് 3-ാമത്തെ സ്ഥലം കുശവൻ്റെ കരമാണ്. അവൻ ചീത്തയായതിനെ എറിഞ്ഞു കളയുന്നില്ല, അതിനെ മാറ്റിവെക്കുന്നില്ല, അതിനെ തകർത്ത് കളയുന്നില്ല. അവൻ തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊന്നാക്കി മാറ്റി. അതാണ് 4-ാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ 4-ാമത്തെ വാക്യം, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി. പാത്രത്തിൻ്റെ ചോയ്സാണോ? അല്ല. പിന്നെ ആരുടെയാ ചോയ്സ്? കുശവൻ്റെ ആ ചോയ്സ്, അല്ലേ? ആ തകർന്ന ആ പാത്രത്തെ കുശവൻ എന്ത് ചെയ്തു എന്നറിയാമോ? അവൻ തനിക്ക് തോന്നിയതുപോലെ. ഇത് എന്നോട് നിങ്ങളോടും ആ ദൈവം പഠിപ്പിക്കുന്നത്. കുശവൻ്റെ കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടല്ല ഇത് വായിച്ചത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം നമ്മുടെ ഇഷ്ടത്തിനല്ല, നമ്മുടെ പ്ലാനല്ല, നമ്മുടെ പദ്ധതിയല്ല, നമുക്ക് തോന്നിയതുപോലെയല്ല, അല്ലേ? കുശവൻ്റെ ഹിതമാണ്, പോട്ടറുടെ ഹിതമാണ്. അവിടെ അതാ നമ്മൾ എഴുതി വായിക്കാനായിട്ട്. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. എനിക്ക് വേണമെങ്കിൽ കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, നിനക്ക് എന്നെ മെനഞ്ഞപ്പോൾ, കർത്താവേ, നിനക്ക് എന്നെ ഇച്ചിരൂടെ ബെറ്റർ ആക്കി, അല്ലേ? ഒരു ബെറ്റർ ലീഡറാക്കി, ഒരു നല്ല പ്രാസംഗികനാക്കി, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ പാസ്റ്ററാക്കി, കുറച്ചുകൂടെ ഒരു വേൾഡ് ഫേമസ് ഇവാഞ്ചലിസ്റ്റ് ആക്കി നിനക്ക് എന്നെ തീർക്കാമായിരുന്നില്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും, ഇതാണോ എനിക്ക് തന്നത്, അല്ലേ? നമ്മുടെ ചോയ്സ് അല്ല, കുശവൻ തനിക്ക് തോന്നിയതുപോലെ. അപ്പം നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് അവൻ്റെ കൃപയാൽ ആകുന്നു. റോമാലേഖനം വായിക്കുമ്പോൾ 9-ാം അധ്യായം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ കാര്യം പറയുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം ആര് പറഞ്ഞു തരുന്നുണ്ട്? പൗലോസ് പറഞ്ഞു തരുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 20-21 വായിച്ചേ. 20-21 റോമാലേഖനം. ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീയാർ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവൻ അതേ പിണ്ടാരത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിൽ മേൽ അധികാരമില്ലയോ? അപ്പോൾ അത് കുശവന്റെ പരമാധികാരത്തിൽ, ദൈവത്തിന്റെ പരമാധികാരത്തിൽ ഇരിക്കുന്നതാണ് എന്നെ നിങ്ങളെയും എങ്ങനെയാക്കി തീർക്കണം, നമ്മളെ എങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടത്തിവിടണം, ഏത് സാഹചര്യങ്ങളിലൂടെ നമ്മളെ ആക്കിയിരിക്കണം, ഏത് സഭയിൽ നമ്മെ ആക്കണം, എവിടെ നമ്മളെ ആക്കണം, എന്ത് രോഗം നമുക്കായിരിക്കണം, ഇതെല്ലാം ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വരുന്നതാണ്. നമുക്ക് കളിമണ്ണിന് ഒരിക്കലും ചോദിക്കാനായിട്ട് സാധിക്കുകയില്ല, നീ എന്നെ എന്തിന് ഇങ്ങനെ ആക്കി തീർത്തു? ഒരു പാത്രത്തെ മാനത്തിനും മറ്റൊരു പാത്രത്തെ, അല്ലെ, മറ്റൊരു വിഷയത്തിനും, പട്ടിക ചോറ് കൊടുക്കാൻ ഉപയോഗിക്കുന്നതായ പാത്രം ഉണ്ടാക്കി അതേ മണ്ണുകൊണ്ട് തന്നെയാണ് വീട്ടിലെ ഏറ്റവും മനോഹരമായ ഫ്ലവർ വേസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് കുശവന്റെ പരമാധികാരത്തിൽ വരുന്നതാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് മറ്റൊരു എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. 13-ാം വാക്യം വായിച്ചേ. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദോഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ യാക്കോബിനെ ദ്വേഷിച്ച് ഏശാവിനെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇത് എവിടെ എഴുതിയാന്നറിയാമോ? മലാഖി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദോഷിച്ചിരിക്കുന്നു. വൈ? എന്തുകൊണ്ട്? വാട്ട് ഈസ് ദ റീസൺ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ എന്താ റീസൺ? ഏശാവ് ചെയ്ത തെറ്റെന്താ? യാക്കോബ് ചെയ്ത നന്മ എന്താ? അല്ലേ? ഏശാവ് ഒരു തെറ്റും ചെയ്തില്ല. C.H. സ്പർജൻ ഈ വിഷയം റോമാലേഖനം 9-ാം അധ്യായം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി, ഒരു യൗവനക്കാരി എഴുന്നേറ്റിട്ട് ചോദിച്ചു, പാസ്റ്റർ, എന്തുകൊണ്ടാണ് ദൈവം ഏശാവിനെ ദ്വേഷിച്ച് യാക്കോബിനെ സ്നേഹിച്ചത്? C.H. സ്പർജൻ ഒരു നിമിഷം സ്തംഭനായി നിന്നു. കാരണം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ യാക്കോബിനെ സ്പെഷ്യലായി സ്നേഹിക്കാനും ഏശാവിനെ ദ്വേഷിക്കാനും ഒരു തെറ്റും ഏശാവ് ചെയ്യുകയോ
യാക്കോബ് എന്തെങ്കിലും പ്രത്യേകതയുള്ളവനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. തെറ്റ് ചെയ്തതെല്ലാം യാക്കോബാ, അല്ലേ? ജ്യേഷ്ഠാവകാശം കവർന്നെടുത്തത് യാക്കോബാണ്. അപ്പനെ പറ്റിച്ച് രോമമുള്ള ആ കുപ്പായമിട്ട് അപ്പനെ പറ്റിച്ച് എന്താണ് അനുഗ്രഹം വാങ്ങിയെടുത്തത് യാക്കോബാണ്. എല്ലാം യാക്കോബാ ചെയ്തത്. ജ്യേഷ്ഠാവകാശം കവർന്നെടുത്തതും അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിയതും എല്ലാം ഒരേ അമ്മയ്ക്കും ഒരേ അപ്പനും ജനിച്ചതാണ് യാക്കോബും യേശാവും. ട്വിൻസാണ്, അല്ലേ? ഇരട്ടക്കുട്ടികളാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇവിടെ എഴുതിയിരിക്കുകയാണ്. മലാഖി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം, ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് യേശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു. വായ്. C.H. സ്പർജൻ അതിന് പറഞ്ഞ മറുപടി, സഹോദരി, എങ്ങനെ യാക്കോബിനെ സ്നേഹിക്കാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ചിന്ത, അല്ലേ? എങ്ങനെ യാക്കോബിനെ സ്നേഹിക്കാൻ ദൈവത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അതാണ് ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ചിന്തിക്കാനായിട്ടിടയായിത്തീരുന്നത്. ഇവിടെ എന്താണ് അതിനുശേഷം പൗലോസ് അത് വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നത്? 14-ാം വാക്യം, ആകയാൽ നാം എന്തു പറയേണ്ടു? ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ടോ എന്നോ? ഒരു നാളുമില്ല. ദൈവം അനീതി കാണിക്കുന്നവനല്ല. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം യാക്കോബിനെ സ്നേഹിക്കുകയും യാക്കോബിനെ ദ്വേഷിക്കുകയും ചെയ്തത്? 15-ാം വാക്യം, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുന്നു. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധ്യമാകുന്നത്. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ കരുണ അത് മാത്രമാണ്, അവൻ്റെ പരമാധികാരം അത് മാത്രമാണ്. ചോദ്യം ചെയ്യാനായിട്ട് കളിമണ്ണിന് യാതൊരു ഓപ്ഷനുമില്ല. നീ എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആക്കി തീർത്തു? എന്തുകൊണ്ടാണ് എനിക്ക് രോഗം? എന്തുകൊണ്ടാണ് എനിക്ക് പ്രയാസം? എന്തുകൊണ്ടാണ് എനിക്ക് പ്രതിസന്ധി? എന്തുകൊണ്ട്? ക്യാൻസർ ലോഡ്, എന്തുകൊണ്ട് എനിക്ക് ക്യാൻസർ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്നയാൾ ഇപ്രകാരം മരിക്കാനായിട്ടിടയായി തീർന്നു? എന്തുകൊണ്ട് നീ അദ്ദേഹത്തെ നേരത്തെ വിളിക്കാനായിട്ടിടയായി തീർന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ രോഗം വരുന്നു? എന്തുകൊണ്ട് ഞാൻ കടബാധിതനായി തീർന്നു? എന്തുകൊണ്ട് ഞാൻ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു? എന്തുകൊണ്ട് എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു എങ്കിൽ അതിന് കാരണം എന്താണ്? പെട്ടില്ല എങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്? നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാനായിട്ട് അധികാരമില്ല. അതാണ് ഇവിടെ പൗലോസ് പഠിപ്പിക്കാനായിട്ടിടയായി തീരുന്നത്. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് ഞാൻ കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം, അല്ലേ? ദൈവത്തിൻ്റെ ഇഷ്ടം. യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ യോബ് പറയുകയാണ്. യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 12-ാം വാക്യം, യോബ് 9:12. യെസ്, അവൻ പറിച്ചെടുക്കുന്നു, ആർ അവനെ തടുക്കും? നീ എന്തു ചെയ്യുന്നു എന്ന് ആർ ചോദിക്കും. യോബിൻ്റെ അനുഭവം നമുക്കറിയാമല്ലോ. ഈ കഠിനമായ ശോധനയിലൂടെ കടന്നു പോയിട്ട് യോബ് ചോദിക്കുകയാണ്, അവൻ പറിച്ചെടുക്കുന്നു, ആർ അവനെ തടുക്കും? നീ എന്ത് ചെയ്യുന്നു എന്ന് ആർ അവനോട് ചോദിക്കും. ചോദിക്കാനായിട്ട് നമുക്ക് യാതൊരു അവകാശവുമില്ല. ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിനോട് ഈ കുശവൻ്റെ ഉദാഹരണത്തിലൂടെ കർത്താവ് പഠിപ്പിക്കാനായിട്ടിടയായി തീരുന്നത് 4-ാം വാക്യമാണല്ലോ നമ്മൾ ധ്യാനിച്ചത്. അവനതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. പക്ഷേ കർത്താവ് എറിഞ്ഞു കളഞ്ഞില്ല. അത് നമ്മുടെ പ്രത്യാശ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പ്രത്യാശയാൽ നിറയാനായിട്ട് സാധിക്കണം. എൻ്റെ കർത്താവ്, ഞാൻ അവൻ്റെ കയ്യിലിരുന്ന് ചീത്തയായി പോയിട്ടും, അല്ലേ? നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. എത്രയോ പ്രാവശ്യം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ അംഗങ്ങളായി ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോഴും എത്രയോ പ്രാവശ്യം നമ്മൾ അവൻ്റെ കയ്യിലിരുന്ന് ചീത്തയായി പോയി. നമ്മൾ എറിഞ്ഞു കളയാവുന്ന എത്രയോ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. നമ്മൾ ചീത്തയായ സന്ദർഭങ്ങൾ ധാരാളമുണ്ടായിരുന്നു. ഈ കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരുന്ന് ചീത്തയായതുപോലെ നമ്മൾ ചീത്തയായി പോയി. എന്നാൽ അവൻ അതിനെ എറിഞ്ഞു കളഞ്ഞില്ല. അവൻ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി എന്നെയും നിങ്ങളെയും തീർത്തത് കൊണ്ടാണ് ഇന്നും നമ്മൾ ഈ ലൈഫ് ഫെലോഷിപ്പിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധ്യമാകട്ടെ. കർത്താവേ, നീ എന്നെ തള്ളിക്കളഞ്ഞില്ലല്ലോ,
നീ എന്നെ വെട്ടിക്കളഞ്ഞില്ലല്ലോ. ഫലമില്ലാതിരുന്നിട്ടും അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്ത് എന്ന് തോട്ടക്കാരൻ ചോദിക്കുന്ന സന്ദർഭം വന്നിട്ടും കർത്താവേ നീ എന്നെ വെട്ടിക്കളഞ്ഞില്ലല്ലോ, നീ എന്നെ തകർത്ത് കളഞ്ഞില്ലല്ലോ, നീ എന്നെ മറ്റൊരു പാത്രമാക്കി തീർത്ത ആ വലിയ ദൈവകൃപയ്ക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 8 വാക്യം. യെശയ്യാവ് 64:8. യെശയ്യാവിന്റെ പുസ്തകം 64:8. എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, എങ്കിലും യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും. ഞങ്ങൾ കളിമണ്ണും ഏൽപ്പിച്ചു കൊടുക്കണം. ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു. ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ആരോടും വിദ്വേഷത്തിൻ്റെ ആവശ്യമില്ല, ആരോടും പിണക്കത്തിൻ്റെ ആവശ്യമില്ല, ആരോടും പകയുടെ ആവശ്യമില്ല, ആരോടും നമുക്ക് യാതൊരു വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ആവശ്യമില്ല. കർത്താവേ ഞങ്ങൾ കളിമണ്ണ്, ഞങ്ങൾക്ക് പുകഴുവാനൊന്നുമില്ല, ഞങ്ങളെല്ലാവരും നിന്റെ കയ്യിലിരിക്കുന്നു അല്ലേ. ഞങ്ങൾ കളിമണ്ണാണ്, ഞങ്ങൾ നിന്റെ കയ്യിലിരിക്കുന്നു. നീയാണ് ഞങ്ങളെ രൂപപ്പെടുത്തുന്നവൻ, രൂപാന്തരപ്പെടുത്തുന്നവൻ. ഞങ്ങളെ പണിയണമേ കർത്താവേ. ഇനിയും നിന്റെ കയ്യിലിരുന്ന് ചീത്തയായിപ്പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടും വലിച്ചെറിയാതെ നീ ഞങ്ങളെ പിന്നെയും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് തനിക്ക് തോന്നിയതുപോലെ കുശവൻ്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ളതായ ദൈവിഷ്ടം. ഇനി 6-5 വാക്യം നമുക്ക് വായിക്കാം. നമ്മൾ എവിടെയായിരിക്കുന്നതെന്ന് വീണ്ടും പറയാനായിട്ടിടയായിത്തീരുന്നു. 6-7 വാക്യം. 6-7 വാക്യം. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. നമുക്കൊരു പ്രത്യാശയുള്ള വാക്യമാണ്. യു ആർ ഇൻ മൈ ഹാൻഡ് അല്ലേ. നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് സന്തോഷം പകർന്നതായ ഒരു വാക്യമാണത്. നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. വി ആർ ഇൻ ഹിസ് ഹാൻഡ് അല്ലേ. നമ്മൾ അവൻ്റെ കയ്യിലാണ്, നമ്മൾ മറ്റൊരാളുടെ കയ്യിലല്ല. അതോടൊപ്പം നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ടിടയായി തീരട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ്, ഞാൻ എന്നെ മെനയുന്നവൻ്റെ കയ്യിലാണ്. ഞാൻ മറ്റൊരാളുടെ കയ്യിലായിരുന്നെങ്കിൽ അവൻ എന്നെ വലിച്ചെറിഞ്ഞേനെ, അവൻ എന്നെ കീറിക്കളഞ്ഞേനെ, അവൻ എന്നെ തകർത്ത് കളഞ്ഞേനെ. എന്നാൽ ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ്, ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടിട്ടും എന്നെ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ അവൻ്റെ കയ്യിൽ തന്നെ എന്നെ ആക്കിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രമെന്ന് പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇസ്രായേൽ പലപ്പോഴും ദൈവത്തോട് പരസംഗം ചെയ്തിട്ടും ദൈവത്തെ വിട്ട് ഓടിപ്പോയിട്ടും വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടും ആ ബാൽ വിഗ്രഹത്തെ സേവിച്ചിട്ടും കർത്താവ് ഇപ്പോഴും യിരെമ്യാവിലൂടെ അവരോട് പറയുകയാണ്, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ആമേൻ. നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടാനില്ല, നമുക്ക് പേടിക്കാനില്ല. അത് രക്ഷിക്കുന്ന കയ്യാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായത്തിൻ്റെ 59 അധ്യായത്തിൻ്റെ 1 വാക്യം നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ കരം എങ്ങനെയുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. യെശയ്യാവ് 59 വാക്യം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി. അവന്റെ കൈ രക്ഷിക്കുന്ന കൈയാണ്, അവന്റെ ചെവി കേൾക്കുന്ന ചെവിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം അവൻ്റെ കയ്യിലാണ് ആയിരിക്കുന്നത്. അവൻ എന്നെ എറിഞ്ഞു കളയുകയില്ല എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനായിട്ടിടയായി തീരട്ടെ. അത് രക്ഷിക്കുന്ന കരമാണ്. 17 സങ്കീർത്തനം 7 വാക്യം. 17 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പാടുന്നത് കാണാനായിട്ട് സാധിക്കും. 17 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യം. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. നിന്റെ കരുണ. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. ദൈവത്തിൻ്റെ കരുണയല്ലേ, ദൈവത്തിൻ്റെ കൃപയല്ലേ, ദൈവത്തിൻ്റെ സ്നേഹമല്ലേ നമ്മെ രക്ഷിക്കാനായിട്ടിടയായി തീർന്നത്. വലിച്ചെറിയേണ്ടവരായിരുന്നു, തകർത്ത് കളയേണ്ടവരായിരുന്നു, ഓടിച്ച് കളയേണ്ടവരായിരുന്നു. എന്നാൽ നമ്മൾ അവൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, രക്ഷിക്കുന്നതിനായുള്ളവേ, നിൻ്റെ അത്ഭുത കാരുണ്യം കാണിക്കേണ്ടതിന്. നീ രക്ഷിക്കുന്നവനായതുകൊണ്ട് നിൻ്റെ വലം കൈ കൊണ്ട് നീ എനിക്ക് അത്ഭുത കരുണ നൽകി തരുന്നത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു അല്ലേ. അവിടെ സദൃശ്യവാക്യക്കാരൻ പറയുന്നത് നമ്മൾ അവൻ്റെ കയ്യിലിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കുന്നു എന്നാണ്. സദൃശ്യവാക്യം 3:16.
സദൃശ്യവാക്യങ്ങൾ 3:16. അതിൻ്റെ വലങ്കയിൽ ദീർഘായുസ്സും ഇടം കൈയിൽ ധനവും മാനവും. അതിന്റെ വലം കൈ ദീർഘായുസും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വലങ്കയിൽ ദീർഘായുസ്സുണ്ട്. അതുകൊണ്ടാണ് നമ്മളായിരിക്കുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ വലങ്കയിൽ ആ ധനവും മാനവും ഇരിക്കുന്നു. അവൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു. അവൻ സമാധാനത്തിൻ്റെ പാതയിൽ നമ്മെ നടത്തുകയും അവൻ്റെ വഴികളൊക്കെ ഇമ്പമുള്ള വഴികളായിരിക്കുന്നു. അവൻ്റെ വലങ്കയിൽ ദീർഘായുസ്സും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇവിടെ ഇസ്രായേലിനോട് പറയുകയാണ്, ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കും. ആമേൻ. കർത്താവേ, നിൻ്റെ കയ്യിൽ നീ എന്നെ ഭദ്രമാക്കിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. നീ എന്നെ തകർത്ത് കളയാത്തത് ഓർത്ത് സ്തോത്രം. നീ എന്നെ പലപ്പോഴും ഞാൻ ചീത്തയായി പോയിട്ടും നിൻ്റെ അത്ഭുത കാരുണ്യത്താൽ നീ ആ ചക്രത്തിന്മേൽ വെച്ച് കറക്കി വീണ്ടും രൂപപ്പെടുത്തി നിറയ്ക്കുവാൻ തക്കവണ്ണം സാധ്യമാകുന്ന ഒരു നല്ല മാനപാത്രമാക്കി എന്നെ തീർക്കുന്നതോർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. വെട്ടിക്കളയാതെ, തകർത്ത് കളയാതെ, ഓടിച്ചു വിടാതെ, വലിച്ചു കീറാതെ, ഇടിച്ചു കളയാതെ പിന്നെയും നീ എന്നെ പണിയുന്നതോർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, 6-ാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് 9-ാം വാക്യം. അതിൻ്റെ 9, യിരെമ്യാവ് 18:9. 2 വാക്യം കൂടെ പറഞ്ഞു ഞാനിരിക്കാം. യിരെമ്യാവ് 18:9. ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തിട്ട്. മതി. ദൈവം പറയുകയാണ്, ഒരു ജാതിയെക്കുറിച്ച്, ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റിയെക്കുറിച്ച്, ഒരു കൂട്ടം ആളുകളെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്നറിയാമോ? അത് കാണിക്കാനാണ് യിരെമ്യാവിനെ കുശവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വെറുതെ ഇവിടെ കുശവൻ പാത്രം ഉണ്ടാക്കുന്നത് കാണാനല്ല, നമ്മൾ ടൂർ പോകുന്ന പോലെ പോകാനല്ല യിരെമ്യാവിനെ കൊണ്ടുവന്നത്. ചില കാര്യങ്ങൾ യിരെമ്യാവിനെ പഠിപ്പിച്ചിട്ട് അത് ഇസ്രായേലിനോട് പറയാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആരാണ്? ഹൂ ഐ ആം. ഞാൻ പണിയുകയും നടുകയും ചെയ്യുന്നവനായ ദൈവമാണ്. ആമേൻ. നമ്മുടെ ദൈവം ബിൽഡ് ചെയ്യുന്നവനാണ്, അവൻ പ്ലാൻ ചെയ്യുന്നവനായ ദൈവം. പക്ഷെ ചില വ്യവസ്ഥകളുണ്ട്, അല്ലേ? ഞാൻ പണിയണമെങ്കിൽ, ഞാൻ നടണമെങ്കിൽ അതിന് ചില വ്യവസ്ഥകളുണ്ട്. നിങ്ങളെൻ്റെ വചനം കേൾക്കണം, നിങ്ങളെൻ്റെ വചനം അനുസരിക്കണം, നിങ്ങളെൻ്റെ വചനപ്രകാരം ആയിത്തീരാനായിട്ടിടയായിത്തീരണം. നിങ്ങളെനിക്ക് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരായി തീരുന്നു എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യും. അതാ ഓർപ്പിച്ചിരിക്കുന്നത്, അല്ലേ? 8-ാം വാക്യത്തിൽ നിങ്ങളെന്നെ അനുസരിക്കുന്നു എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ പണിയുവാനും നടുവാനും സാധിക്കുകയുള്ളൂ. ഇന്ന് പകൽക്കാലം നമുക്ക് സഭയായി, കർത്താവേ, ഞങ്ങൾ നിന്നെ അനുസരിക്കുന്നു, ഞങ്ങൾ നിൻ്റെ ആത്മാവിന് വിധേയപ്പെടുന്നു, ഞങ്ങളെ തന്നെ കർത്താവേ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാനായിട്ടിടയായിത്തീരുന്നു. നീ ഞങ്ങളെ പണിയണമേ കർത്താവേ, നീ ഞങ്ങളെ നടണമേ കർത്താവേ, ഞങ്ങളെ പറിച്ചു കളയരുത്. എന്നാൽ കർത്താവ് ഇവിടെ താഴോട്ട് പറയുന്നുണ്ട്, എനിക്ക് പറിച്ചു കളയാനായിട്ട് സാധിക്കും, എനിക്ക് എറിഞ്ഞു കളയാനായിട്ട് സാധിക്കും, എനിക്ക് തകർത്ത് കളയാനായിട്ട് സാധിക്കും. പക്ഷേ ഞാനത് എന്ത് ചെയ്യുന്നില്ല, ഞാനത് ചെയ്യുന്നില്ല. 7-ാം വാക്യത്തിൽ ഞാനൊരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയുമെന്ന് അരുളി ചെയ്തിട്ട് മതി. അതിനെനിക്ക് സാധിക്കും, അല്ലേ? ദൈവം പറയുക, തകർത്ത് കളയാനായിട്ട് എനിക്ക് സാധിക്കും. പക്ഷെ ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേലിനോട്, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തോട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇന്ന് പകൽക്കാലം ഞാനെൻ്റെ ധ്യാനം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തിനാണ് ഇതെല്ലാം പറഞ്ഞത്? അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ മധ്യേ നമ്മൾ ഈ കുശവൻ്റെ അനുഭവം എന്തിനാണ് വായിച്ചത്? 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ആർക്കെങ്കിലും വായിക്കാം? വേണമെങ്കിൽ മുഴുവൻ വായിച്ചു. 11-ാം വാക്യം. ആകയാൽ നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്കൊരു അനർത്ഥം നിർമ്മിച്ചു, നിങ്ങൾക്ക് വിരോധമായി ഒരു നിരൂപണവും നിരൂപിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ. മതി. സന്ദേശം ഇതാണ്. യിരെമ്യാവിനെ കുശവൻ്റെ ഭവനത്തിലേക്ക് ദൈവം പറഞ്ഞയച്ചതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഇത് മാത്രമാണ് അതിൻ്റെ കാരണം.
എന്താണ് കാരണം? നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കുവിൻ. നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കുവിൻ. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ, അല്ലേ? യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, മാനസാന്തര സ്നാനമേറ്റ ആളുകളോട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, മാനസാന്തരം സ്നാനമേറ്റിട്ടും മശിഹായുടെ വരവിന് വേണ്ടി കാത്തിരുന്നിട്ടും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാതെ പഴയതുപോലെ നടന്നവരോട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഇവിടെ യിരെമ്യാവിലൂടെ ദൈവം ഇസ്രായേലിനോട് പറയാനിടയായി തീരുന്നതും അതുതന്നെയാണ്. അതാണ് ഈ സന്ദേശത്തിൻ്റെ ചുരുക്കം. നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കുവിൻ. മോർ ബെറ്റർ, അല്ലേ? കുറച്ചുകൂടെ നന്നാക്കാനായിട്ടിടയായി തീരുക. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ ഒഴിവുള്ളവനല്ല. എൻ്റെ പ്രവർത്തികൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ സംസാരങ്ങൾ കർത്താവെ നന്നാക്കുവാനായിട്ട് നീ എന്നെ സഹായിക്കണമേ. ഇല്ല എങ്കിൽ എറിഞ്ഞു കളയാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് 7-ാം വാക്യത്തിൽ കർത്താവ് ഓർപ്പിക്കുന്ന ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. പക്ഷേ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. 9-ാം വാക്യത്തിൽ ഞാൻ ബിൽഡ് ചെയ്യാനും നടാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യണം? നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കണം. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ 6 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായി 6 കാര്യങ്ങൾ കണ്ടു. 1, കുശവൻ്റെ വീട്, അവിടെ ഒരു കുശവനുണ്ട്. 2, കുശവൻ്റെ ചക്രം, ആ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രമാണ്. ആ ചക്രത്തിൽ കയറിയാൽ മാത്രമേ രൂപപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കറക്കങ്ങൾ, അനുഭവങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, വിശ്വാസത്തിൻ്റെ പരിശോധന, ഇതെല്ലാം കുശവൻ്റെ വീലിൽ കിടന്ന് കറങ്ങുന്നതാണ് പ്രിയപ്പെട്ടവരെ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മളൊരു മാനപാത്രമായി തീരേണ്ടതിനായിട്ട്. നമ്മളൊരു മാനപാത്രമായി തീരേണ്ടതിന് വേണ്ടിയാണ് ആ വീലിൽ കിടന്ന് നമ്മളെ കർത്താവ് ഇങ്ങനെ, നമ്മുടെ പോട്ടർ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രത്യാശ ആ വീലല്ല എന്നെ നന്നാക്കുന്നത്, അവൻ്റെ കരമാണ്. അവിടെ ഒരു കുശവൻ്റെ കരമുണ്ട്. ആ കളിമണ്ണിൽ പിടിച്ച് ഞെക്കി പരുവപ്പെടുത്തി, രൂപപ്പെടുത്തി, രൂപാന്തരപ്പെടുത്തി നിറയ്ക്കാനായിട്ട് യോഗ്യമായ നിലയിലുള്ളൊരു പാത്രമാക്കി എന്നെ തീർക്കുന്നതായ ഒരു കുശവൻ്റെ കരമുണ്ട്. അതുകൊണ്ട് കുശവൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. പിറുപിറുക്കരുത്. കർത്താവ്, എന്തുകൊണ്ട് ഞാൻ ഈ സഭയിലായിരിക്കുന്നു? എന്തുകൊണ്ട് ഞാൻ ഈ വീട്ടിലായിരിക്കുന്നു? എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള മക്കളെ തന്നു? എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം തന്നു? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ പരിവരുത്തതായ അവസ്ഥ കർത്താവ് എനിക്ക് തന്നു? പിറുപിറുക്കാൻ നമുക്ക് അവകാശമില്ല. രൂപപ്പെടാൻ കർത്താവിൻ്റെ ഹിതത്തിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. 5-ാമത് നമ്മൾ കണ്ടു, നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വലിച്ചെറിയുകയില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? 9-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ പണിയുകയും നടുകയും ചെയ്യും. ഞാൻ നിങ്ങളെ നടും. ഐ വിൽ പ്ലാന്റ് യു. നിങ്ങൾ ഏറ്റവും ഫലവത്തായി തീരുന്ന ഒരു വൃക്ഷമായി തീരത്തക്കവണ്ണം ഞാൻ നിങ്ങളെ നടും, ഞാൻ നിങ്ങളെ പണിയും. കർത്താവേ, ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. നീ എന്നെ പണിയണമേ കർത്താവേ, നീ എന്നെ നടണമേ കർത്താവേ. നിനക്ക് വേണ്ടി ഫലം കായ്ക്കുന്നവനായി തീരുവാൻ സാധിക്കണമെങ്കിൽ 11-ാം വാക്യം ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 19-ാം വാക്യം ഒരു ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. 19-ാം അധ്യായം. ഈ അധ്യായത്തിൽ ഇതിൻ്റെ തുടർച്ച കാണാൻ സാധിക്കും. ഹോംവർക്കിന് മുന്നോടിയായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഇപ്രകാരം നീ പോയി കുശവനോടൊരു മൺകുടം വിലയ്ക്ക് വാങ്ങി, ജനത്തിൻ്റെ മൂപ്പന്മാരും പുരോഹിതന്മാരും കാണെ നീ ഒരു മൺകുടം അവിടെ നിന്ന് വാങ്ങണമെന്ന് കർത്താവ് പറഞ്ഞു. എന്തിനാണെന്നറിയാമോ ഈ മൺകുടം വാങ്ങാൻ പറഞ്ഞത്? 10-ാം വാക്യത്തിൽ, നിന്നോട് കൂടെ പോരുന്ന ഈ ജനം കാണുക നീ ആ മൺകുടം ഉടച്ച് അവരോട് ഉടയ്ക്കണം. നിന്നോട് കൂടെ വരുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് നീ മൺകുടം ഉടയ്ക്കണം. ഉടയ്ക്കുമ്പോൾ എന്താണ്? സൈന്യങ്ങളുടെ 11-ാം വാക്യം എല്ലാം വായിക്കണ്ട, നമുക്ക് സമയമില്ലല്ലോ. 11-ാം വാക്യം വായിച്ചു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നായി കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ. ഇത് ഓർത്തോണം, എല്ലാവരും ഓർത്തോണം. ബൈബിൾ ഉള്ളവരും ഇല്ലാത്തവരും ഇവിടെ നോക്കിക്കൊണ്ടാണെങ്കിലും ഓർത്തോണം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നാക്കി കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ച് കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ച് കളയും. അടക്കം ചെയ്യുവാൻ വേറെ സ്ഥലമില്ലായകൊണ്ട് അവരെ തോഫാവിൽ അടക്കം ചെയ്യും. ഒരു വലിയ വാണിങ്ങോട് കൂടിയാണ് അവസാനിപ്പിക്കുന്നത്.
കളിമണ്ണായിരിക്കുമ്പോഴുണ്ടല്ലോ അത് ഉടഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? വീണ്ടും കുഴച്ച് മറ്റൊരു മാനപാത്രമാക്കി മാറ്റാം. പക്ഷേ അതൊരു പാത്രമാക്കി തീർത്തിട്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് വിചാരിക്കുന്നു, അതിനെ ഫർണസിൽ വെച്ച് ചൂടാക്കി ഒരു കുടമായി തീർന്നതിന് ശേഷം അതിനെ വീണ്ടും ഉടച്ചു കളഞ്ഞാൽ ദർ ഇസ് നോ ഓപ്ഷൻ. പിന്നെന്ത് ചെയ്യാൻ പറ്റില്ല? പിന്നെ അതിനെ കുഴച്ച് കളിമണ്ണാക്കി രൂപപ്പെടുത്താനായിട്ട് കഴിയുകയില്ല. മനസ്സിലാകുന്നല്ലോ? ഇതെന്നോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം. ഇറ്റ്സ് എ മെസ്സേജ് ടു മീ. ഇവിടെ ഇരിക്കുന്ന എന്നോട് നിങ്ങളോടും എല്ലാമുള്ള സന്ദേശമാണ്. വി ആർ എൽഡേഴ്സ്, വി ആർ ലീഡേഴ്സ്. നമ്മൾ മുതിർന്നവരാണ്, നമ്മൾ നേതൃത്വത്തിലിരിക്കുന്നവരാണ്. നമ്മോട് ദൈവം പറയുകയാണ്, നിങ്ങളൊരു കുടമായതിനു ശേഷം, ഇസ്രായേലിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. 19-ാം അധ്യായം ഞാൻ പ്രസംഗിച്ചില്ല, സമയവുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. നിങ്ങൾ ഹോംവർക്കായിട്ട് 19-ാം അധ്യായം ധ്യാനിക്കണം. നീ ആളുകളുടെ മുമ്പിൽ കൊണ്ടുപോയി ഈ കുടം ഉടയ്ക്കണം. എന്നിട്ട് ആ 11-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ ഇനി അതിനെ വാർക്കാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ മെനയണമേ കർത്താവേ, ഞങ്ങളെ പണിയണമേ കർത്താവേ. നിൻ്റെ ഹിതത്തിനായി ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങൾ നിൻ്റെ കയ്യിലിരിക്കുന്നുവല്ലോ. നിൻ്റെ കയ്യിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. നീ ഞങ്ങളെ പിന്നെയും പണിത് നിനക്ക് പ്രയോജനമുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.